ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആഫ്രിക്കൻ ഫുഡ് കസാവ ഫുഫു ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതിനാവശ്യമായ സാധനം എന്താണെന്ന് നോക്കണേ. മരിച്ചിനി കിഴങ്ങ് തൊലി കളഞ്ഞ് നമ്മൾ അരിഞ്ഞിട്ടേ അതിന് നന്നായിട്ട് കഴുകിയിട്ട് ഒരു ചെറിയ മിക്സിയുടെ ജാറോ വലുതായാലും കുഴപ്പമില്ല, നല്ല അരയുന്ന മിക്സിയുടെ ജാറ് എടുത്ത് അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളവും വീത്തിയിട്ട് നമ്മൾ നല്ല മഷി പോലെ ഇതിനെ അരച്ചെടുക്കണേ. അരച്ചെടുത്തതിന് ശേഷം വെള്ളം കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് നല്ല ലൂസായിട്ട് കലക്കിയിട്ട് അടുപ്പത്ത് പാൻ വെച്ച് കാരണം പാൻ വെച്ച് അത് റെഡിയാക്കിയാലേ പറ്റത്തുള്ളൂ. കാരണം ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. സാധാ പാത്രത്തിലൊക്കെ നല്ല പെട്ടെന്ന് സെറ്റായിട്ട് പിടിച്ചിരിക്കും. അതുകൊണ്ട് ഈ പാനുള്ളവർ ഏറ്റവും നല്ലത് പാനിൽ വയ്ക്കുന്നതാണ്. അപ്പോൾ ഇത് കണ്ടോ, കുറച്ച് വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ വീത്തി ഇതുപോലെ നന്നായിട്ട് കിണ്ടി. കാരണം കൈയെടുക്കാതെ കിണ്ടണം, കൈയെടുത്ത് കഴിഞ്ഞാൽ കട്ട പിടിച്ച് പോവും. ഈ പരുവാകുമ്പോഴത്തേക്ക് അടുപ്പൊന്ന് ഓഫാക്കിയിട്ട് വീണ്ടും നമ്മൾ കുറച്ച് തണുക്കുന്നത് വരെ കിണ്ടിയിട്ടേ ഇരിക്കുമ്പോൾ നല്ല ഉരുണ്ട് വരുന്നതാണ്. ഉരുണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇത് ഞാൻ യൂട്യൂബ് ചാനലിൽ നോക്കി ചെയ്യുന്നതാണ്. എൻ്റെ ദീനുകുട്ടി കണ്ടിട്ട് ഇതുപോലെ ചെയ്ത് കേട്ട്, കാരണം അവൾ എന്ത് കണ്ടാലും ഉടനെ ചെയ്ത് കേൾക്കും എന്നോട്. അങ്ങനെ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കഴിക്കാതിരിക്കും, നമ്മളും കഴിക്കും. ടേസ്റ്റൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇരിക്കാൻ പറ്റില്ല, എപ്പോൾ റെഡിയാവും. കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഉടനെ കഴിക്കണം, ഇല്ലെങ്കിൽ എന്നെക്കൊണ്ടത് ഇരിക്കാൻ പറ്റില്ല. കൊതി ഊറിയിട്ടേ ഇരിക്കും, വായിൽ വെള്ളം ഊറിയിട്ടേ ഇരിക്കും. പക്ഷേ എനിക്ക് തിന്നല്ലാതെ സമാധാനം വരില്ല. അങ്ങനെ ബീഫ് കറിയോ ചിക്കൻ കറിയൊക്കെയാണ് ഇതിന് നല്ല ടേസ്റ്റ് ആവുന്നുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് ബീഫാണ് വെച്ചത്. അത് വെച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. ബൈ ഫ്രണ്ട്.